ഈ താമി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കിങ്ങനെ പ്രൊജക്റ്റായി കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നരിവേട്ടയുടെ ടോട്ടൽ ക്രൂ തന്നെയാണ് അതിന് കാരണം. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ കോസ്റ്റ്യൂം ഇട്ട് വരണം എന്നുണ്ടെങ്കിലും അതിനുള്ള ഡീറ്റെയിലിംഗ് 6 മണി തൊട്ടേ എൻ്റെ മുഖത്ത് തുടങ്ങുന്നത് അമലേട്ടനായിരുന്നു. അപ്പോൾ അമലേട്ടൻ എന്നോട് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ പറയും, ഞാൻ നിനക്ക് വേറൊരു സാധനമാണ് ഞാൻ നിനക്ക് ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വർക്കായാലും അത് കഴിഞ്ഞ് ആർട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്ക് കുന്തം വേണോ അല്ലെങ്കിൽ തീപ്പന്തം വേണോ അത് ആണെങ്കിൽ അവിടെ എത്തും. നമ്മളൊന്ന് ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് പ്രൊഡക്ഷനിലാണെങ്കിൽ വെള്ളം കൊണ്ടും തരും. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എല്ലാം ലെജൻഡറി ആയിട്ടുള്ള സുരാജേട്ടൻ, ചേരൻ സാറ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ടോയ് ചേട്ടൻ. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന ഐഡിയാസും സപ്പോർട്ടും ആ സീക്വൻസിലുണ്ടാകുന്ന ഗിവ് ആൻഡ് ടേക്ക് ഒക്കെയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഇപ്പം നിർത്തിയേക്കുന്നത്. ഇതൊക്കെ ഞാൻ ചർച്ച ചെയ്യുന്ന അളവിനെ ഒന്ന് നിർത്തിയേക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൂടെ അഭിനയിച്ച ആര്യേച്ചി, ഞങ്ങൾ ശരിക്കും ജാനുവും താമിയും തന്നെ ആയിരുന്നു. ഇപ്പോൾ അത് നല്ല ഒരു റിലേഷൻഷിപ്പിൽ ചേച്ചി അരിയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷെ സെറ്റിൽ ഞാനായാലും അത് മറ്റേ നമ്മുടെ പ്രശാന്ത് ചേട്ടനായാലും അതുമായിട്ട് ചെയ്ത ചേട്ടനായാലും അവിടെ അഭിനയിച്ച എല്ലാ പോലീസുകാരും ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും. കാരണം സീക്വൻസും അങ്ങനെയാണ്, ഞങ്ങൾ എപ്പോഴും ഓപ്പോസിറ്റിൽ റിപ്പലായി നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ എങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടായാലും ഇല്ല അവർ കഷ്ടപ്പെടുന്ന കണ്ടിട്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും. ബട്ട് ഓൺ ഫ്രെയിം അല്ലെങ്കിൽ ഇൻ ഫ്രെയിം നമ്മൾ കാണിച്ച ആ ഒരു വർക്ക് എല്ലാവരും 100% ആയിട്ട് മനസ്സിൽ നിന്ന് തന്നെ തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.